1 Timothy chapter 6, verses 11 through 14. കൊരിന്ത്യർക്ക് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് നിന്നോട് ആജ്ഞാപിക്കുന്നു. But flee from these things, you man of God, and pursue righteousness, godliness, faith, love, perseverance, and gentleness. Fight the good fight of faith. Take hold of the eternal life to which you were called, and you made the good confession in the presence of many witnesses. I charge you in the presence of God, who gives life to all things, and of Christ Jesus, who testified the good confession before Pontius Pilate, that you keep the commandment without stain or reproach until the appearing of our Lord Jesus Christ, which he will bring about at the proper time, he who is the blessed and only sovereign, the King of kings and Lord of lords. Thank you. Praise the Lord. ഞാൻ പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന വിഷയം, വാട്ട് ആർ ദ ഐഡൻറ്റിഫൈയിങ് മാർക്ക് ഓഫ് എ മാൻ ഓഫ് ഗോഡ്. ഒരു ദൈവ മനുഷ്യൻ്റെ ദൈവ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഞാൻ ഈ ഭാഗത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞ് വാക്കുകളെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. The message I am about to preach is what are the identification of a spiritual man. ഈ വേദഭാഗം വായിക്കുമ്പോൾ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 5 അടയാളങ്ങൾ ഒരു ദൈവ മനുഷ്യനിൽ കാണേണ്ട, അല്ലെങ്കിൽ നമ്മൾ പറയുക അദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട 5 അടയാളങ്ങളാണ് ഈ 4 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. 5 marks or 5 signs we should see in a godly man or in a spiritual man. That is what the Holy Spirit written through these verses. എത്ര മനോഹരമായ ഒരു വാക്കാണല്ലേ, the man of God. Amen. ഈ സന്ദേശം എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നമ്മിൽ ഈ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വേണം നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമ്മൾ ഒന്ന് എക്സാമിൻ ചെയ്യാനായിട്ട്. When we hear this message, we need to examine our spirituality by going through these verses, by testing whether we do have any of these characteristics in our life. ഇവിടെ 11-ാം വാക്യത്തിനകത്ത് തിമോത്തിയെ സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് man of God. Here we can see in this verse, Paul is specifically pointing at a person named Timothy, and Paul is addressing him as a man of faith. ഇവിടെ ഇനി 2 Timothy 3:17 ഒരു വാക്യമുണ്ട്, 16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, ദ മാൻ ഓഫ് ഗോഡ്. അവിടെ തിമോത്തിയെ പോയിന്റ് ചെയ്യല്ല, എല്ലാവരെയും കൂടെ പോയിന്റ് ചെയ്ത് ദൈവ മക്കളെ പോയിന്റ് ചെയ്ത് പറയുകയാണ് ദി മാൻ ഓഫ് ഗോഡ്. In another epistle, Paul was addressing the man of God. It is all breathed out by God. എല്ലാവരെയും കൂടെ ഇവിടെ 1 തിമോത്തിക്കകത്ത് പോയിന്റ് ചെയ്യുന്ന തിമോത്തിയാണ്. 2 തിമോത്തിക്കകത്ത് it include everyone. Amen. Hallelujah. In 1 Timothy, here Paul is specifically mentioning and pointing to one person, but in 2 Timothy, he is addressing all believers. ഈ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് ഈ 2 വേദഭാഗത്ത് മാത്രമേ man of God എന്ന ടൈറ്റിൽ നമ്മൾ കാണുന്നുള്ളൂ, man of God. In the New Testament, only in 2 passages we can see the specific phrase called man of God. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്താണെങ്കിൽ
more than 70 times മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തിൻ്റെ പുരുഷൻ, ആ നിലയിലുള്ള പ്രയോഗങ്ങൾ വളരെ തവണ ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് കാണാം. But in Old Testament, we can see several occasions, we can see the adjective man of God. ഏലിയാവിനെ വിളിച്ചിട്ടുണ്ട്, ഏലീശയെ വിളിച്ചിട്ടുണ്ട്, സാമുവലിനെ വിളിച്ചിട്ടുണ്ട്, ഡേവിഡിനെ വിളിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാ പ്രോഫറ്റ്സിനെയും ദൈവം പറഞ്ഞിട്ടുണ്ട് മാൻ ഓഫ് ഗോഡ്. Almost all Old Testament prophets, including Samuel, Moses, Elijah, Elisha, everyone were being addressed as man of God. ഇവിടെ ഓൾഡ് ടെസ്റ്റമെന്റിൽ മാൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ടൊരർത്ഥം ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാരെ വിളിച്ചേക്കുന്ന പേരാണ് മാൻ ഓഫ് ഗോഡ്. In Old Testament, a man of God titled to a person who prophesies God's messages to a congregation. അല്ലെങ്കിൽ ആ ടൈറ്റിൽ, ഒഫീഷ്യൽ ടൈറ്റിൽ ഫോർ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്. Amen. അതാണ് മാൻ ഓഫ് ഗോഡ് എന്ന്. എനിക്കൊരു ഒരു ബേസ് ഇടാതെ ആ വാക്ക് അങ്ങനെ പ്രസംഗിക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഓൾഡ് ടെസ്റ്റമെന്റിലെ അർത്ഥത്തിൽ നിന്ന് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരുമ്പോൾ അതിനൊരു അല്പം കൂടെയും എക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു അർത്ഥമുണ്ട്. തിമത്തിയെ വിളിക്കുന്നത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ് മാൻ ഓഫ് ഗോഡ് എന്ന് വിളിച്ചേക്കുന്നത്. Here in Old Testament, it is addressed as an official title for the messengers of God. But in New Testament, here Paul is addressing Timothy in a different way. ഇവിടെ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ എന്നെ ശ്രദ്ധിക്കുന്നത്, PYP കൂടെ ഉള്ളതല്ലേ. ഈ തിമത്തിക്ക് ഇത് എഴുതുമ്പം അദ്ദേഹം ഒരു യങ് ആയിരുന്നു, ബിലോ 30 ആയിരുന്നെന്നാണ് ഞാൻ വായിച്ചൊക്കെ അറിഞ്ഞേക്കുന്നത്. ബിലോ 30 ആയിരുന്നു. ആ മനുഷ്യൻ വിവാഹം കഴിച്ചിട്ടില്ല. അത്ര യങ് ആയിരുന്ന ഒരുവനെ സീനിയർ ആയിട്ടുള്ള ഒരു ശുശ്രൂഷകൻ വിളിക്കുകയാണ് മാൻ ഓഫ് ഗോഡ്. Here, especially youngsters, please listen carefully. Here, Paul is addressing to Timothy. During that time, he was only under the age of 30. He was very young. At that time, a senior minister was addressing this young fellow, man of God. അതായത് മോശയെ മാൻ ഓഫ് ഗോഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ കർത്താവിങ്കലേക്ക് വന്ന ശാമുവേലിനെയും മാൻ ഓഫ് ഗോഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. Moses was being addressed as a man of God, and also Samuel, who was separated from early childhood, he was also being addressed as a man of God in the Old നമുക്ക് ഈ Testament. ഭൂമിയിൽ വെച്ച് കിട്ടേണ്ട ഏറ്റവും നല്ല ടൈറ്റിൽ എന്നാണെന്നറിയാമോ? ദൈവസഭ പറയണം അവനൊരു ദൈവമനുഷ്യനാണെന്ന് പറയണം. Hallelujah. On this earth, during our stay on this earth, the greatest title we could have ever won is a man of God. By a church we should be addressed. ഇവിടെ തിമോത്തിയോസിനോട് ഈ കാര്യം മാൻ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ, തിമോത്തിയോസ് എഫെസോസിലെ ശുശ്രൂഷകനാണ്. അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. എഫെസോസ് സഭയിലെ ശുശ്രൂഷകനാണ്. അവിടെ ഒത്തിരി ട്രബിൾ ഉണ്ട്, ഒത്തിരി സഫറിങ് ഉണ്ട്, ഒത്തിരി ഇന്റേണൽ ഇഷ്യൂ ഉണ്ട്. വളരെ ക്രൈസിസിന്റെ നടുവിൽ തിമോത്തിയോട് പോയിന്റ് ചെയ്ത് പരിശുദ്ധാത്മാ പറയുകയാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. While Paul is addressing Timothy as a man of God, he was a pastor in a church in Ephesus. That church was full of problems and persecutions were happening. At that time, Paul was addressing this young fellow, a man of God. ഞാൻ മാൻ ഓഫ് ഗോഡിന് 3 ഡെഫിനിഷൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ട് 5 കാര്യം പെട്ടെന്ന് പറയാം. I wrote 3 definitions for the man of God. ആരെ ദൈവമനുഷ്യനെന്ന് വിളിക്കാം? നമ്മളൊക്കെ ചിലപ്പോൾ പറയത്തില്ലേ, ആ കുടുംബത്തെ ദൈവസഭയെ തന്നതോർത്ത് സ്തോത്രം എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയത്തില്ലേ. കാര്യം എന്നാ? അവനെ ദൈവരാജ്യത്തിന് കൊള്ളാം, അതാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്? ഇതന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. ഇനി 20 മിനിറ്റോടെ ഉള്ളൂ. In certain situations we നമ്മള് എന്നാ ചിലരെ പറ്റി പറയുന്ന എൻ്റെ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ? ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ മനസ്സിലായില്ലേ? ചിലരെ കാണുമ്പോഴേ നമുക്കറിയാം ട്രബിൾ മേക്കർ ആണെന്നറിയാം. എന്നാൽ ചിലരെ പറ്റിയോ സ്തോത്രം, ആ കുടുംബത്തിനായിട്ട്. അതാണ് വാസ്തവത്തിൽ മാൻ ഓഫ് ഗോഡ് അല്ലെ വുമൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ. The simple definition of a man of God or a woman of God is when we are being seen from the public. From far, a church can identify that person's characters. നമ്മളൊക്കെ ചർച്ചിലോട്ട് ചെല്ലുമ്പോൾ പറയാമോ, ഇന്നും ആ പുള്ളി വന്നിട്ടുണ്ടെന്നാണോ നമ്മളെ പറ്റി പറയുന്നത്, അതോ അദ്ദേഹം വന്നതിനായിട്ട് സ്തോത്രം എന്നാണോ പറയുന്നത്? Whenever we go to a church or we attend a service, when other people see us, whether they are happy when they see us or when they see us, whether we are troubled. എന്താ ദൈവമനുഷ്യൻ?
പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തോണം. നമ്മൾ അങ്ങനെ ആണോ എന്നൊരു ആത്മപരിശോധന നടത്തണം. അതാണ് ഈ സന്ദേശത്തിൻ്റെ പ്രധാന പർപ്പസ് എന്നുള്ളത്. The objective or the main purpose of this message is we need to examine ourselves whether we or I am a man of God. A man of God is one who is God-like in his character and behavior. ജീവിതത്തിലും സ്വഭാവത്തിലും ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവനെയാണ് ബൈബിൾ മാൻ ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്. First point is a man of God has a God-like character, both physically and spiritually. Godlike character and behavior in his personal life. Godly character in his behavior. രണ്ടാമത്തെ കാര്യം, one who reflect the character and the glory of God. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ മഹത്വവും ഒരു വ്യക്തിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയാണ് ബൈബിൾ വിളിക്കുന്നത് മാൻ ഓഫ് ഗോഡ്. And second point is if a person reflects glory and a character of God, then we can call that person as a man of God. മൂന്നാമത്തേത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, a man who will make men to think of God and glorify God. ആരാ ദൈവമനുഷ്യൻ എന്നറിയാമോ? അവനെ കാണുമ്പം ആ ആളെ കാണുമ്പം മറ്റുള്ളവർക്ക് ദൈവത്തെ പറ്റി ചിന്തിക്കാനായിട്ട് കഴിയുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റാനായിട്ട് കഴിയുന്നു. മറ്റു നിലയിൽ പറഞ്ഞാൽ, ദൈവമേ ആ കുടുംബത്തിനായി സ്തോത്രം, ആ കുടുംബത്തെ സഭയിൽ നൽകിയതിനായി സ്തോത്രം, അവരിലൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാറ്റിനായി സ്തോത്രം. ആ കുടുംബത്തെ കാണുമ്പം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വിളിക്കാം men of God. And the third point is when we see a person or see a family, if we are able to glorify God and thank God for the gifts they are providing for us through them, then that person is a man of God. Praise the Lord. അങ്ങനെയൊക്കെ നമ്മളെ പറ്റി പറയണം. അതാണ് തിരുവെഴുത്ത് നമ്മളെ പറ്റി എന്ത് ചെയ്യുന്നത്? Hallelujah. സ്തോത്രം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് ആ വാക്യത്തിലേക്കൊന്ന് നോക്കി ഞാൻ ആരാണ് ദൈവമനുഷ്യൻ എന്നുള്ളതിന് ഒരു ഔട്ട്ലൈൻ പറയാം. ഒന്ന്, നിങ്ങളെല്ലാവരും വേദപുസ്തകത്തിലേക്ക് നോക്കി, ഓരോന്ന് വിവരിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വിവരിക്കാം. ഇങ്ങനെ വായിക്കുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഒന്നാമത്തെ മാർക്ക് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ളത്. ഒന്നാമത് നമ്മളിവിടെ വായിക്കുന്നത് ദൈവ മനുഷ്യൻ ഫ്ലീ ഫ്രം സർട്ടൻ തിങ്സ്. ആരാ ദൈവത്തിന്റെ മനുഷ്യൻ? ചിലതിനെ വിട്ടോടണം. Flee from certain things. First characteristics of a man of God. First is he will flee from certain things. അങ്ങനെ തന്നെയല്ലേ വായിക്കുന്നത്? നീ ഇത് വിട്ട് ഓടി. രണ്ടാമത്തെ കാര്യം, ആരാ ദൈവമനുഷ്യൻ എന്നറിയാമോ? വിട്ടോടുക മാത്രമല്ല, he should follow certain things. Not only he flee away from certain things, but he will pursue certain other things. You should flee from certain things. രണ്ടാമത്തേത്, you should follow after certain things. ചിലത് വിട്ടോടുക, ചിലതിനെ പിന്തുടരുക. മൂന്നാമത്തെ വാക്ക് കണ്ടോ? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. You should fight for something. Amen. The third point is fight for certain thing. Fight the good fight. അവിടെ കൊണ്ട് തീരുന്നില്ല. Take hold of eternal life. നാലാമത്തെ കാര്യം എന്നാ? നിത്യജീവനെ take hold of something. Amen. അഞ്ചാമത്തെ കാര്യം അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നീ അനുസരിക്കണം, നിഷ്കളങ്കനാകണം, കൽപ്പന അനുസരിക്കണം. അഞ്ചാമത്തെ കാര്യം, ദൈവമനുഷ്യൻ ആരായിരിക്കണം? ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ടു. 5 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 points we saw it, and I'm going to explain each of these 5 points. മനസ്സിലിരിക്കുക. Flee from, follows after, fight for, hold fast and faithful to. Amen. ഈ 5 കാര്യത്തെ ഈ വേദഭാഗത്തു നിന്ന് നമ്മൾ ഒന്ന് പിക്ക് ചെയ്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ അതാണ് ഒരു ദൈവ മനുഷ്യന്റെ അടയാളം. The marks of a spiritual man, first thing is flee from certain things, pursue certain things, fight the good fight, and hold fast and faithful. Be faithful. നീ വിടണം, നീ ചിലതിനെ പിന്തുടരണം,
നീ ചിലതിനായിട്ട് പോരാടണം, നീ ചിലതിനെ പിടിച്ചുകൊള്ളണം, നീ അവസാനത്തോളം വിശ്വസ്തനായിരിക്കണം. ഇതാണ് ഒരു ദൈവ മനുഷ്യന്റെ 5 അടയാളങ്ങൾ. ദൈവസഭയിലെ നമ്മളെ പറ്റി ദൈവത്തിന് അവനൊരു ദൈവ മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ ഈ 5 മാർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. These are the 5 marks or 5 signs for a man to be spiritual, man or woman to be spiritual. One is flee from certain things, and the second is pursue or follow certain other things, and third thing is fight the good fight, and the fourth point is hold fast certain things, and the fifth hold fast, and the fifth one is be faithful. Praise the Lord. നമ്മൾ ഈ വേദഭാഗത്തിനകത്ത് ഈ 5 കാര്യം പരിശുദ്ധാത്മാവ് എഴുതിയിട്ടാണ് പറയുന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. 2 തിമോത്തി 3:16 വായിച്ചത് ദൈവത്തിൻ്റെ മനുഷ്യൻ. എല്ലാവരെയും ഉൾപ്പെടുത്തി പറയുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. കണ്ടോ, ദൈവമനുഷ്യൻ. പ്രസംഗി ദൈവമനുഷ്യനാണെന്ന് വാക്കിയില്ല. ഉണ്ടോ? ഇല്ല. ആരാ ദൈവമനുഷ്യൻ? ചിലത് വിട്ടോടണം, ചിലതിനെ ഫോളോ ചെയ്യണം, ചിലതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, നിത്യതയെ ഹോൾഡ് ചെയ്യണം, അവസാനത്തോളം വിശ്വസ്തനായിട്ട് നിൽക്കണം. അവന് ദൈവം കൊടുക്കുന്ന ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്, വുമൺ ഓഫ് ഗോഡ്. Amen. Certain things we need to flee away from, and certain things we need to pursue on, and for certain other things fight for it, and certain things we need to hold fast our eternal life, and we need to be faithful till the end. ഒരു പ്രൈസിലോട് പറയാമോ? Hallelujah, hallelujah. ഇനി അവരവർക്ക് തന്നെ അവനവനെ ദൈവമനുഷ്യൻ എന്ന് വിളിക്കാമോ? മറ്റുള്ളവർ നിൽക്കട്ടെ, അവരവർക്ക് തന്നെ അവനവനെ ദൈവമനുഷ്യൻ എന്ന് വിളിക്കാമോ? Let us think about ourselves. Are we able to address ourselves? Am I a woman of God or a man of God? ഒന്നാമത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ഒന്നാമത്തെ കാര്യം 11-ാം വാക്യം ഞാൻ വായിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഏതാ ഈ അത് വിട്ടോടി എന്ന് പറയാൻ കാര്യം എന്നാ? For verse 11, we can see he was addressing like this: you, man of God, flee from these things. What are these things? അവിടെ അത് വിട്ടോടി എന്നുള്ളത് ഒരു പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. Flee from these things. That is in a present continuous tense. Keep on fleeing. That means it is continuing. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുവീൻ. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ട് ഓടി. He is addressing present continuous, always flee from certain things. ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ലവ് ഓഫ് മണിയാണ്. The immediate context of this verse is love of money. 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ വായിച്ചാൽ പണത്തോടുള്ള സ്നേഹത്തിന്റെ 5 അപകടം ആ വാക്യത്തിനകത്തുണ്ട്. 5 അപകടം. ഞാനത് മറ്റൊരു സെർമണായിട്ട് തന്നെ പിന്നാലെ പറയാം. 7 മുതൽ 10 വരെ വായിച്ചാൽ പണം ഉള്ളതിൻ്റെയോ ജോലി എന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിനോടുള്ള ആ സ്നേഹത്തിൻ്റെ 5 അപകടം ആ വാക്യത്തിനകത്തുണ്ട്. We can see from verses 7 through 10 the disaster or the problems related to being rich. നിങ്ങൾക്കറിയാമോ, പണത്തെ സ്നേഹിച്ച മോശ ഭയങ്കര റിച്ചായിരുന്നു, അബ്രഹാം വളരെ റിച്ചായിരുന്നു, ജോൺ മാർക്ക് വളരെ റിച്ചായിരുന്നു. പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണം. ഇതൊക്കെ ബൈബിളിനകത്തുണ്ടല്ലേ? അതൊന്നും ബൈബിൾ എതിരല്ല. പക്ഷേ ലവ് ഓഫ് മണി എന്നതിനോട് ബൈബിൾ എതിരാണ്. Amen. We can see love of money is the main thing explained from verses 7 through 10. ബൈബിളിനകത്ത് പല പാപങ്ങൾ ചെയ്ത ആളുകളും റിപ്പന്റ് ചെയ്ത് മടങ്ങി വന്നിട്ടുണ്ട്. In Bible, we can see there are a lot of people fell into different sinful situations. They repented and came back. എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ വീണുപോയ ഒരാൾ പോലും മടങ്ങി വന്നിട്ടില്ല. But those who fell into the temptation of love of money, none of them returned. ഞാൻ 5-6 എക്സാമ്പിൾ പറയട്ടെ. I would like to give certain examples. ലിവിങ് എക്സാമ്പിൾ ആണ് ആഖാൻ.
ഓൾഡ് ടെസ്റ്റമെന്റിലെ. An Old Testament living example, Achan. തിരിച്ചു വന്നിട്ടില്ല അല്ലേ? He didn't come back. He didn't return. ഗേഹസി, Gehazi. another example, തിരിച്ചു വന്നിട്ടില്ല, നശിക്കുകയായിരുന്നു. He didn't return. He destroyed. He perished. ബിലയാം, The third one, Bileam. ബിലയാമിന്റെ അവസാനം നാശമായിരുന്നു. Again, he fell into destruction. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന യൂദ തിരികെ വന്നിട്ടില്ല. 3.5 years he was a disciple, Judas Iscariot. ആദ്യ സഭയിലെ കുടുംബമായ അനന്യാസും സഫീറയും തിരികെ വന്നിട്ടില്ല. The first family in the first church, Ananias and Sapphira, they never returned. വർഷങ്ങൾ പോളിന്റെ കൂടെ നടന്ന ദേമാസ് തിരികെ വന്നിട്ടില്ല. Many years, Demas accompanied Paul, the greatest apostle. He didn't return. ഒരുവൻ ദൈവ മനുഷ്യനാകണമെങ്കിൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടി. Keep on running, keep on fleeing. It is a fugitive. Amen. Here, Paul is addressing Timothy, man of God, flee from these things. Especially, he is addressing, flee from the love of money. And he is addressing, it should be present continuous tense. ആ ഫ്ലീ എന്ന വാക്ക് ഗ്രീക്കുകാര് വേറെ 3 കാര്യത്തിനൂടെ ഈ അതേ സെയിം പദം ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി 3 other things explain ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. In a Greek context, Greek people usually use this phrase flee in 3 other contexts. നമുക്ക് ഈ പണത്തെ വിട്ടോടുക എന്ന് പറയുമ്പോൾ അത്ര ഒരു ആ പദത്തിന്റെ ഗൗരവം മനസ്സിലാകുകയില്ല. എന്നാൽ ഗ്രീക്കുകാർ ഈ പദം 3 കാര്യത്തിന് ഉപയോഗിക്കും. എപ്പോഴൊക്കെയാണെന്നറിയാമോ? അവർ ഉപയോഗിക്കുന്നത് 1 റണ്ണിങ് ഫ്രം പ്ലേഗിൽ നിന്ന് ഓടുന്നതിന് അവർ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്. എത്ര സീരിയസ് ആണ് ആ പദം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. രണ്ടാമത്തേത് റണ്ണിങ് ഫ്രം ദ പോയിസണസ് സ്നേക്ക്, കടിക്കാൻ വരുന്ന ഒരു വിഷപ്പാമ്പിൽ നിന്ന് ഓടുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. റണ്ണിങ് ഫ്രം അറ്റാക്കിംഗ് ദ എനിമി, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഓടിപ്പോവുക എന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതേ പദം തന്നെയാണ് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ട് ഓടി. In the Greek context, they use this phrase flee in 3 contexts. One is running away from a contagious plague. Another thing is running away from if a poisonous snake is following you. At that time when you run, how fast you would run away. Similarly, they use that phrase flee. And the third context is when you are going to be attacked by a robber or a thief, how fast you run away. Similarly, that is the context Greek uses this word flee. A man of God is known by what he flees from. Amen. ഈ പുസ്തകത്തിലൂടെ നമ്മളൊന്ന് പോയാൽ എവിടുന്നൊക്കെ ഓടണമെന്ന് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്ന ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് കാണിക്കാം. അടുത്ത ആഴ്ച കർത്താവ് വരാൻ താമസിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അത് ആ കോണ്ടക്സ്റ്റ് നോക്കണം. അന്യത ഇംഗ്ലീഷിൽ 4 മലയാളത്തിൽ 3 മുതൽ വായിക്കണം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. ഒഴിഞ്ഞു കളയേണ്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെയും ഒറിജിനലി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ അവരുടെ ഇടയിൽ നിന്ന് ഫ്ലീ ഫ്രം. Here we can see first flee. The context is chapter 1 verse 4. Don't pay any attention to myths and endless genealogies which give rise to mere speculation rather than furthering the administration of God which is by faith. Flee away from that type of groups. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 1 Timothy 4:7 എങ്ങനെ വായിക്കുന്നത് നോക്കി. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിഞ്ഞ വാക്ക് കണ്ടോ. ഭക്തിവിരുദ്ധമായ കഴിവിക്കഥ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം പറയേണ്ടടുത്ത് നിന്നുകൊണ്ട് ഈ ജനത്തെ രസിപ്പിക്കുന്ന കാര്യം പറയുന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഭക്തിവിരുദ്ധമായ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉള്ളതിൽ നിന്ന് ഒഴിയണം, അങ്ങനെ ഉള്ളതിനെ ഒഴിക്കണമെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം? വെരി ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കുക. ഫ്ലീ ഫ്രം സർട്ടൻ തിങ്സ്. നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന ടൈറ്റിൽ തരണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് ഫ്ലീ ഫ്രം സർട്ടൻ തിങ്സ്. Amen.
we can see here that if we need to have a title from God as a man of God, we need to flee from certain things. That's what we saw in chapter 1, and here also chapter 4, we can see another context. 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് ഭാഗം, ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കണ്ടോ. ഫ്ലീ ഫ്രം. We can see in verse 20, avoiding worldly and empty chatter and the opposing arguments of what is falsely called knowledge. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. Stay away from those who are assaulting holy scripture. ദൈവവചനത്തെ അസൾട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക. Hallelujah. The meaning is we need to avoid certain people who are against preaching the scripture. We have to avoid them. അതുകൊണ്ടല്ലേ പോൾ പറഞ്ഞത്, ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്ന ഹക്സ്റ്റേഴ്സ്, ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല. കണ്ടോ, അവർ ഒഴിഞ്ഞാണ് നിന്നത്. ഒരു ദൈവമനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്നറിയാമോ? ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്നവനുമായിട്ട് യാതൊരിടപാടും പാടില്ല. As a man of God, we should never ever accompany those people who add certain things to the scripture or remove certain things from the scripture. സെക്കൻഡ് തിമോത്തിയിൽ പോൾ തിമോത്തിയോസിനോട് പറയുന്നത് എന്താണ്? യൗവനമോഹങ്ങളെ വിട്ട് ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. വായിക്കുന്നില്ലേ? ഇതെല്ലാം കൂടെ നോക്കിയേ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ഇത് വിട്ട് ഓടി എന്തൊക്കെ വിടണം? ഈ ഭക്തിവിരുദ്ധമായ കഥകളെ, കിഴവിക്കഥകളെ, വചനവിരുദ്ധമായ കാര്യങ്ങളെ, വചനത്തോട് ആട് ചെയ്യുന്നവരെ, യൗവനമോഹങ്ങളെ, പണത്തോടുള്ള സ്നേഹത്തെ എല്ലാം വിട്ട് ഒരുവൻ വരുമ്പം സ്വർഗം അവന് നൽകുന്ന ഒന്നാമത്തെ മാർക്കാണ് നീയാണ് ദൈവമനുഷ്യൻ. A man of God is being addressed as a man of God when that person flee away from certain things, especially youthful lust, love of money, etc. നിങ്ങൾക്കറിയാമോ, ഈ ഫോൾസ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ്സ്, ദേ ആർ ഓൾവേസ് ആഫ്റ്റർ മണി. എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രീച്ചേഴ്സ് മാത്രമേ റിച്ച് ആവുന്നുള്ളൂ, കേൾവിക്കാരെപ്പോഴും പാവങ്ങളാണ്. You should always test it. This false teachers always have a love of money, and the preachers or the pastors, those who spread false teaching, they became rich who are on the pulpit, but the audience is still poor. ഒരാൾ പറഞ്ഞ വാചകം ഇതാണ്: മണി ഹംഗറി പ്രീച്ചേഴ്സ് ഹാവ് ഡെവലപ്ഡ് പ്രോസ്പെരിറ്റി ഗോസ്പൽ ടു ജസ്റ്റിഫൈ ദ ഗ്രീഡ്. അവരുടെ ഗ്രീഡ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പണത്തോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടാക്കിയ സാധനമാണ് എന്ത്? അത് സത്യം തന്നെയാണ്. ബൈബിളിൽ കാണുന്നില്ല അങ്ങനെ കാര്യം. ബൈബിളിന്റെ പർപ്പസ് അതല്ല. നമ്മളെ ഇവിടെ ബിൽ ഗേറ്റ്സ് അതല്ല ബൈബിളിന്റെ പർപ്പസ്. ബൈബിളിന്റെ പർപ്പസ് എന്താണെന്നറിയാമോ? നമ്മളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകത്തക്കവണ്ണം ഇവിടെ എന്നെ ഒരുക്കുക എന്നതാണ് ഈ തിരുവെഴുത്തിന്റെ പർപ്പസ്. വേറെ ഒന്നുമില്ല. The scripture's purpose is not to make us rich, but the scripture's purpose is to make us holy, and when he appears, we will be like him. പക്ഷേ വോൾട്ടയർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വോൾട്ടയർ. അദ്ദേഹം നമ്മളെ കളിയാക്കി ഒരു സെന്റൻസ് കേൾക്കണോ? അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യൻസ് എല്ലായിടത്തും ഒത്തിരി നവീകരണ സഭകളുണ്ട്, RC ഉണ്ട്, ജാക്കോബൈ, അങ്ങനെ എല്ലാം ഉണ്ട്. They have different doctrine about everything. Voltaire said Christians have so many other denominations. ഞാൻ അദ്ദേഹം പറഞ്ഞ കോട്ട് അങ്ങ് വായിച്ചേൽപ്പിക്കാം. You people have a different denomination and different doctrine. അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോണം. When it comes to money, you all have the same doctrine. Amen. എന്തൊരു ലജ്ജാകരമായ ഒരു കാര്യമാണ് നമ്മളെ പറ്റി അദ്ദേഹം പറഞ്ഞല്ലേ. ബാക്കി എല്ലാ കാര്യത്തിനകത്തും സ്നാനം അങ്ങനല്ല, സാൽവേഷന്റെ ഗോസ്പൽ നോ അങ്ങനല്ല. പക്ഷെ ഈ കാര്യത്തിൽ വരുമ്പോഴോ നോ ഡിഫറൻസ്. ദൈവം ഇല്ലാത്തവൻ നമ്മളെ നോക്കി പറഞ്ഞ സെന്റൻസ്.
An atheist. എന്തോ എനിക്കത് കേട്ടപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ഹൃദയം തകർന്നു പോയി. ഒരു വ്യത്യാസവും ഇല്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? Amen. നീയോ Hallelujah. ദൈവത്തിന്റെ മനുഷ്യനായി Hallelujah. 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 അത് വിട്ട് ഓടി എന്ന് മാത്രമല്ല പറയേണ്ടത്. ചിലയിടത്തുനിന്ന് മാറിയാൽ മാത്രം പോരാ. അടുത്ത വാക്ക് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് വിട്ടോടി ചിലതിനെ പിന്തുടരുക. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നോ? എന്താ? നീതി, ഭക്തി, സൗമ്യത, ജെന്റിൽനെസ്, മീക്നെസ്, പേഷ്യൻസ്. അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ദൈവം വെച്ച് ചിന്തിക്കാം. നമ്മൾ ദൈവത്തിന്റെ മനുഷ്യനാണോ എന്ന് ഇന്ന് പകൽ ഒരാത്മപരിശോധന നമ്മൾ നടത്തണം. യു ഹാവ് ടു ഫ്ലീ ഫ്രം സർട്ടൻ തിങ്സ്. You have to follow after certain things. You have to fight for the holy faith. You have to hold the eternity as a big issue. Finally, you have to be faithful till the end. Amen. ഈ Hallelujah. 5 മാർക്ക് ഉണ്ടെങ്കിൽ എന്നെ നോക്കി തമ്പുരാന് പറയാനായിട്ട് കഴിയും, അവൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. എന്നെ നോക്കി ദൈവസഭയ്ക്ക് പറയാനായിട്ട് കഴിയും, ആ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണ്. അല്ലാതെ ഞാൻ എത്ര തൊണ്ട പൊട്ടി പ്രസംഗിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ടൈറ്റിലാണ് യു മാൻ ഓഫ് ഗോഡ്. In order to receive the greatest title on earth as a man of God, we have to do certain things. Especially we need to flee away from certain things. First and foremost is addressed as love of money. And the next point is we have to pursue certain other things to be addressed as a man of God. And the third thing is we have to fight for the good fight for certain good things. And we have to hold fast our eternal life. And also we need to remain as a faithful person in order to be addressed as a man of God. ഒറ്റ കാര്യങ്ങളും പറഞ്ഞ് വാക്കുകളെ നിർത്തുകയാണ്. എനിക്കറിയാം കഴിഞ്ഞ 4-5 ആഴ്ചയായിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ നെഹമ്യാവിൻ്റെ പുസ്തകമല്ലായിരുന്നോ? Hallelujah. Hallelujah. എല്ലാ കാര്യവും ഒരുപോലെ ഇവിടാണ് ഡോക്ടറിൻ കിടക്കുന്നത്. Hallelujah. ഈ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ യേശു പറഞ്ഞില്ലേ? വിത്ത് വിതയ്ക്കുന്നതിനോ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിടത്തില്ലായിരുന്നോ? ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ ചിന്ത വന്നപ്പം ആ വിത്തിനെ പിശാച് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ്, കെയേഴ്സ് ഓഫ് ദ പ്രഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവവചനത്തെ പോലും നമ്മിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ഒരു പൊസസീവ് പവർ എന്തിനുണ്ടെന്നാ? പണത്തിനുണ്ടെന്നാ. പണം വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ അറിയാം, പിന്നെ പ്രാർത്ഥന കുറയുന്നു, ആത്മീയത കുറയുന്നു, കൂട്ടായ്മ എന്ത് ചെയ്യുക? അതുകൊണ്ടാ പറഞ്ഞ, അതിന് മുഴുവൻ കുഴപ്പമുള്ളതുകൊണ്ടാ പറഞ്ഞ അത് വിട്ട് ഓടി. Amen. We can see in the parable of the sower, he is explaining that when a seed was sown among thorns, he is worry of the world and the deceitfulness of wealth choke the word and it becomes unfruitful. When we have the love of money, it actually prevents us from our objective. ഞാൻ പറഞ്ഞ 5 കാര്യം ഓർത്തിരിക്കാനായിട്ട് പറ്റുമോ? ആരാ ദൈവമനുഷ്യൻ? Who is a man of God? ചിലത് വിട്ട് ഓടണം. Certain things we need to flee away from. ചില കാര്യങ്ങളെ പിന്തുടരണം. Certain things we need to pursue or follow after. ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഫെയ്ത്തിന് വേണ്ടി പോരാടണം. We need to fight for the good faith. നിത്യത പിടിച്ചുകൊള്ളണം. We have to hold fast the eternal life. നിഷ്കളങ്കനും നിരപവാദിനുമായി അവസാനത്തോളം വിശ്വാസം കാക്കണം. അവന്റെ ടൈറ്റിലാണ് യു മാൻ ഓഫ് ഗോഡ്. Amen. Hold fast the faithfulness until the end. Praise the Lord. Praise the Lord.